ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 44-ാമത്തെ ഭാഗം, തൃതീയ സ്കന്ധം ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ബ്രഹ്മദേവന്റെ പ്രജാസൃഷ്ടികളെക്കുറിച്ചായിരുന്നു വിശദീകരിച്ചിരുന്നത്. അധ്യായം 12, തൃതീയ സ്കന്ധം. ബ്രഹ്മദേവൻ തൻ്റെ പ്രജകളെ എങ്ങനെ സൃഷ്ടിക്കുന്നു. പ്രജകളെ സൃഷ്ടിക്കുക മാത്രമല്ല, ആ സൃഷ്ടി നടത്തിയ പ്രജകൾക്ക് ജീവിക്കുവാനുള്ള ധർമ്മങ്ങൾ, ചിട്ടകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എങ്ങനെ ഇവിടെ ജീവിച്ചു പോകണം ധർമ്മത്തോടുകൂടി എന്നൊക്കെയുള്ള വിവിധമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ ഈ ഭൂമിയിൽ നാം അറിഞ്ഞതും അറിയാത്തതുമായ ധാരാളം കാര്യങ്ങൾ. അറിഞ്ഞത് വളരെ തുച്ഛമാണ്, അറിയാത്തതാണ് ധാരാളം കാര്യങ്ങൾ. ഓരോ മനുഷ്യനും അനുവർത്തിക്കേണ്ട വിവിധ സംഗതികളെക്കുറിച്ച് എത്രയോ വിശദമായി വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നു. അതൊന്നും അറിയാതെ നാം അജ്ഞതയുടെ ലോകത്ത് ജീവിക്കുകയാണ്. ഇതെല്ലാം ആദ്യമായിട്ടിവിടെ സൃഷ്ടി ബ്രഹ്മദേവനെ കൊണ്ട് ഭഗവാൻ നടത്തിക്കുകയാണ്. ഓരോന്നിനും, ഓരോ ജീവജാലങ്ങൾക്കും അനുഗുണമായിട്ടുള്ള, അവർക്ക് ഉചിതമായിട്ടുള്ള ധർമ്മങ്ങളും ആചരണങ്ങളും ജീവിത സന്ദേശങ്ങളും എല്ലാം ഇവിടെ ബ്രഹ്മദേവനാൽ നടത്തപ്പെടുകയാണ്, സാക്ഷാൽ ശ്രീ ഭഗവാൻ. അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതിഹാസങ്ങളും പുരാണങ്ങളും അഞ്ചാമത്തെ വേദമായിട്ടുള്ള, അതായത് അഞ്ചാമത്തെ വേദമാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ച ഇതിഹാസങ്ങളും പുരാണങ്ങളും. അങ്ങനെ ബ്രഹ്മദേവന്റെ 4 മുഖങ്ങളിൽ നിന്നും ഈ വേദങ്ങളും പുരാണങ്ങളും ഒക്കെ സൃഷ്ടിച്ച കാര്യമാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ തന്നെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് നാം പോകുന്നത്. മുൻവശത്തെ മുഖത്തിൽ നിന്ന് ഷോഡശി, ഉക്തം എന്നീ യജ്ഞവിധാനങ്ങളെയും വലത്തെ മുഖത്തിൽ നിന്ന് ചയനം, അഗ്നിഷ്ഠോമം എന്നീ കർമ്മങ്ങളെയും പിന്നിലെ മുഖത്തിൽ നിന്ന് ആപ്തോര്യാമം, അതിരാത്രം എന്നീ കർമ്മങ്ങളെയും ഇടത്തെ മുഖത്തിൽ നിന്ന് ഗോസവത്തോടുകൂടി വാജപേയയാഗത്തെയും സൃഷ്ടിച്ചു. അപ്പോൾ ബ്രഹ്മദേവന്റെ സൃഷ്ടി തുടരുകയാണ്. വിദ്യ, തപസ്, ദയ, ദാനം എന്നിങ്ങനെ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നു. ഈ 4 പാദങ്ങളെയും അതുപോലെ തന്നെ 4 ആശ്രമങ്ങൾ നമുക്കറിയാം. ഏതൊക്കെയാണത്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഈ ആശ്രമങ്ങളെയും ക്രമത്തിൽ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നീ മുഖങ്ങളിൽ നിന്നുമായിട്ടാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത്. ഇപ്പം 4 ധർമ്മങ്ങൾ, 4 ആശ്രമങ്ങൾ. സാവിത്രം, അതായത് ഉപനയിച്ച അന്നു മുതൽ ഗായത്രി ചൊല്ലി പഠിപ്പിക്കുന്ന 3 ദിവസത്തെ മാത്രം വ്രതത്തെയാണ് സാവിത്രം എന്ന് പറയുന്നത്. അടുത്തത് പ്രജാപത്യം. അത് വ്രതചര്യയോടുകൂടി 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്നതാണ് പ്രജാപത്യം. ബ്രഹ്മചര്യം തന്നെ 4 വിധമുണ്ട്. അതാണ് ഈ പറയുന്നത്. ആദ്യത്തെ ആശ്രമമാണ് ബ്രഹ്മചര്യാശ്രമം. അത് ആ ആശ്രമത്തെ നമുക്ക് വീണ്ടും പലതായിട്ട് വിഭജിക്കുമ്പോൾ അതിൽ ഒന്നാമത്തേതാണ് സാവിത്രം. സാവിത്രം എന്ന് വെച്ചാൽ ഉപനയനം കഴിഞ്ഞ അന്നു മുതൽ ഗായത്രി ചൊല്ലി പഠിപ്പിക്കുന്ന 3 ദിവസത്തെ വ്രതത്തെയാണ് സാവിത്രം എന്ന് പറയുന്നത്. പ്രജാപത്യം എന്ന് പറഞ്ഞാൽ വ്രതചര്യയോടുകൂടി 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആ ഒരു വ്രതാനുഷ്ഠാനം, ബ്രഹ്മചര്യ വ്രതം. അതുപോലെ തന്നെ ബ്രാഹ്മം, അതായത് വേദാധ്യായനം കഴിയുന്നത് വരെയുള്ളതാണ് ബ്രാഹ്മം. അതിനെയാണ് നമ്മൾ ബ്രഹ്മചര്യം എന്ന് ഗതിയിൽ ബ്രഹ്മചര്യാശ്രമം എന്ന് പറയുന്നത്. നമ്മുടെ വേദാധ്യായനം, അതായത് ഇപ്പോഴത്തെ ആ കാലഘട്ടത്തിൽ വേദാധ്യായനമാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ചെയ്തതെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കൂൾ തലം, കോളേജ് തലമുള്ള വിദ്യാഭ്യാസം. ആ കാലഘട്ടത്തിൽ ബ്രഹ്മചര്യ വ്രതം തന്നെ അനുഷ്ഠിക്കണം എന്നാണ് നമ്മുടെ പുരാണങ്ങൾ, വേദങ്ങൾ. ഇതെല്ലാം ബ്രഹ്മദേവനിൽ നിന്നുണ്ടായതാണ്. ആ ആദിമ വേദങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ അത്രയും കാലം ബ്രഹ്മചര്യായിട്ടിരിക്കുന്നതിനെ ബ്രാഹ്മം എന്നാണ് പറയുന്നത്. അടുത്തത് ബൃഹത്ത് എന്ന് പറയുന്ന ബ്രഹ്മചര്യ വ്രതമുണ്ട്. അത് ജീവിതകാലം മുഴുവൻ അനുഷ്ഠിക്കേണ്ടതാണ് ബൃഹത്ത്. അങ്ങനെ സാവിത്രം,
പ്രജാപത്യം, ഭ്രാമം, ബൃഹത്ത് എന്നിങ്ങനെ 4 തരത്തിലുള്ള ബ്രഹ്മചര്യ വ്രതം തന്നെ, ബ്രഹ്മചര്യ ആശ്രമമുണ്ട്. അപ്പോൾ ആദ്യത്തെ ആശ്രമമാണ് ബ്രഹ്മചര്യം. അത് തന്നെ 4 വിധമുണ്ട്. ഗൃഹസ്ഥന്മാരിലും, അതായത് ഗൃഹസ്ഥാശ്രമികൾ, അടുത്ത ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. ആ ആശ്രമത്തിലും 4 ഭേദങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃഷി, കച്ചവടം മുതലായ ഉപജീവനത്തോടു കൂടിയത്, പൗരോഹിത്യവൃത്തി, യാചിക്കാതെ കിട്ടുന്നത്, ഉച്ചവൃത്തി, ഇവയാണ് ആ 4 ഭേദങ്ങൾ. ഗൃഹസ്ഥാശ്രമികളുടെ 4 ഭേദങ്ങളാണ് ഈ പറഞ്ഞത്. അങ്ങാടിയിലോ കൃഷി കഴിഞ്ഞ ശേഷം വയലിലോ വീണ് കിടക്കുന്ന ധാന്യങ്ങൾ പെറുക്കിക്കൊണ്ടുവന്ന് അതുകൊണ്ടുള്ള ഉപജീവനമാണ് ഉച്ചവൃത്തി. അപ്പോൾ ഗൃഹസ്ഥാശ്രമികളുടെ 4 തരത്തിലുള്ള വൃത്തികളെക്കുറിച്ച്, 4 വിധം ഗൃഹസ്ഥാശ്രമം, 4 വിധം ബ്രഹ്മചര്യം, അത് പറഞ്ഞു കഴിഞ്ഞു. 4 വിധത്തിലുള്ള ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഒന്നാമത്തേതായിരുന്നു ഈ ഉച്ചവൃത്തി. ഉച്ചവൃത്തി എന്ന് വെച്ചാൽ കൃഷി കഴിഞ്ഞ് കിടക്കുന്ന വയലിലോ പാടങ്ങളിലോ അല്ലെങ്കിൽ അങ്ങാടിയിലോ ഒക്കെ കിടക്കുന്ന ധാന്യങ്ങൾ പെറുക്കി കൊണ്ടുവന്ന് അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നതിനെയാണ് ഉച്ചവൃത്തി എന്ന് പറയുന്നത്. വാനപ്രസ്ഥന്മാരിലും ഇനിയും 4 വക ഭേദങ്ങളുണ്ട്. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ അടുത്ത ആശ്രമമാണ് വാനപ്രസ്ഥം. ആദ്യം ബ്രഹ്മചര്യാശ്രമം, അടുത്തത് ഗൃഹസ്ഥാശ്രമം, അടുത്തത് വാനപ്രസ്ഥം. വാനപ്രസ്ഥത്തിലും ഇതുപോലെ 4 വിധത്തിലുള്ള വൃത്തികളുണ്ട്, അത് വിഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈഖാനസന്മാർ, അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കായ, കിഴങ്ങ് മുതലായവയെ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് വൈഖാനസന്മാർ എന്നറിയപ്പെടുന്നവർ. അടുത്തത് ബാലഖില്യന്മാർ. ബാലഖില്യന്മാർ എന്ന് വെച്ചാൽ പുതിയ ഭക്ഷണം കിട്ടിയാൽ കയ്യിലുള്ള പഴയ ഭക്ഷണ പദാർത്ഥത്തെ ഉപേക്ഷിക്കുന്നവരാണവർ. അടുത്ത 3ാമത്തെ വിഭാഗത്തിലുള്ള വാനപ്രസ്ഥന്മാരാണ് ഔദുംബരന്മാർ. ഔദുംബരന്മാർ എന്ന് വെച്ചാൽ കാലത്തെഴുന്നേറ്റാൽ ആദ്യം നോക്കുന്ന ദിക്കിൽ പോയി അവിടെ നിന്ന് കിട്ടുന്ന ആഹാരം കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ. അടുത്തത് 4ാമത്തെ വിഭാഗം വാനപ്രസ്ഥന്മാരാണ് ഭേനന്മാർ. ഭേനന്മാർ അവർ താഴെ വീഴുന്ന പഴങ്ങളൊക്കെ ഭക്ഷിച്ച് ജീവിക്കുന്നവരാണവർ. ഇവരാണ് വാനപ്രസ്ഥത്തിലെ 4 വിഭാഗം ആൾക്കാർ. കുടീചികൻ, അതായത് ഒരാശ്രമത്തിൽ താമസിച്ച് ആശ്രമധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് കഴിയുന്നവനെയാണ് കുടീചികൻ എന്ന് പറയുന്നത്. ബഹ്യോദൻ, അതായത് കർമ്മത്തിന് പ്രാധാന്യം കൽപ്പിക്കാത്തവനാണ് ബഹ്യോദൻ എന്ന് പറയുന്നത്. അടുത്തത് ഹംസൻ, ജ്ഞാനാഭ്യാസത്തിൽ നിഷ്ഠയോടു കൂടിയവനെയാണ് ഹംസൻ എന്ന് പറയുന്നത്. നിഷ്ക്രിയൻ, ആത്മതത്വാനുഭൂതി സാധിച്ച പരമഹംസനാണ് നിഷ്ക്രിയൻ. ഇങ്ങനെ 4 ഭേദം സന്യാസിമാരിലും ഉണ്ട്. അപ്പോൾ സന്യാസിമാരിലും സന്യാസാശ്രമമാണ് അവസാനത്തെ ആശ്രമം. ആ ആശ്രമത്തിലും 4 വിഭാഗം ആൾക്കാരുണ്ട്. അതായത് കുടീചികൻ, ബഹ്യോദൻ, ഹംസൻ, നിഷ്ക്രിയൻ. ഈ 4 പേരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ തന്നെ അധ്യാത്മശാസ്ത്രം, വൈദിക ശാസ്ത്രം, കൃഷി, വ്യവസായം ഇവയെ പ്രകാശിപ്പിക്കുന്ന ശാസ്ത്രം, രാജ്യതന്ത്രം ഇവയും 4 വ്യാഹൃതികളും ബ്രഹ്മദേവന്റെ കിഴക്ക് മുതലായ 4 മുഖങ്ങളിൽ നിന്നുണ്ടായി. ഓം, ഭുർഭുവ, സ്വഹ എന്നിവ 3ആയും ഈ 3ഉം കൂടിച്ചേർന്ന് സമസ്ത പദങ്ങളായിട്ടുമാണ് 4 വ്യാഹൃതികൾ ഉണ്ടായിട്ടുള്ളത്. ഇവയെല്ലാം ബ്രഹ്മദേവന്റെ മുഖങ്ങളിൽ നിന്നും ഉണ്ടായവയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റവയവങ്ങളിൽ നിന്നുണ്ടായവ എന്തൊക്കെയാണെന്ന് പറയാം. ബ്രഹ്മദേവന്റെ ഹൃദയ ആകാശത്തിൽ നിന്ന് ഓം എന്ന മന്ത്രമുണ്ടായി. ബ്രഹ്മദേവന്റെ രോമങ്ങളിൽ നിന്ന് 28 അക്ഷരങ്ങളുള്ള ഉഷ്ണിക് എന്ന ഛന്ദസ്സും, ത്വക്കിൽ നിന്ന് 24 അക്ഷരങ്ങളുള്ള ഗായത്രി ഛന്ദസ്സും, മാംസത്തിൽ നിന്ന് 44 അക്ഷരങ്ങളുള്ള തൃഷ്ടിപ്പ് എന്ന ഛന്ദസ്സും, ഞരമ്പുകളിൽ നിന്ന് 32 അക്ഷരങ്ങളുള്ള അനുഷ്ഠിപ്പ്
എന്ന ഛന്ദസ്സും അസ്ഥിയിൽ നിന്ന് 48 അക്ഷരങ്ങളുള്ള ജഗതി എന്ന ഛന്ദസ്സും ഉണ്ടായി. നമ്മൾ ഓരോ മന്ത്രത്തിനും ഛന്ദസ് കൽപ്പിച്ചിരിക്കുന്നു. ആ ഛന്ദസ് എവിടെ നിന്ന് എങ്ങനെയുണ്ടായി, എത്ര അക്ഷരങ്ങളുണ്ടതിന് എന്നാണിപ്പോൾ വിശദീകരിച്ചത്. ബ്രഹ്മദേവന്റെ മജ്ജയിൽ നിന്ന് 40 അക്ഷരങ്ങളുള്ള പങ്ക്തി എന്ന ഛന്ദസ്സും പ്രാണവൃത്തികളിൽ നിന്ന് 36 അക്ഷരങ്ങളുള്ള ബൃഹതി എന്ന ഛന്ദസ്സും ഉണ്ടായി. ബ്രഹ്മദേവന്റെ ജീവനിൽ നിന്ന് കാ മുതൽ മാ വരെയുള്ള 25 വർഗാക്ഷരങ്ങളും ശരീരത്തിൽ നിന്ന് ആ മുതൽ ഔ വരെയുള്ള 16 സ്വരാക്ഷരങ്ങളും ഉണ്ടായി. ബ്രഹ്മദേവന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ശ, ഷ, സ, ഹ എന്നീ ഊഷ്മാക്കളും ബലത്തിൽ നിന്ന് യ, ര, ല, വ എന്നീ അന്തസ്ഥങ്ങളും ഉണ്ടായി. ബ്രഹ്മദേവന്റെ ക്രീഡാ വ്യാപാരത്തിൽ നിന്ന് സംഗീതത്തിൻ്റെ ഉൽപ്പത്തിയായിട്ടുള്ള ആ സപ്തസ്വരങ്ങൾ ഉണ്ടായി. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. അവയാണ് സ, രി, ഗ, മ, പ, ധ, നി എന്നീ സപ്തസ്വരങ്ങളായിട്ട് മാറിയത്. സായിക്കാണ് ഷഡ്ജം എന്ന് പറയുന്നത്. രി എന്ന സ്വരത്തിനാണ് ഋഷഭം, ഗ ഗാന്ധാരം, മ മധ്യമം, പ പഞ്ചമം, ധ ധൈവതം, നി നിഷാദം. ഇവയാണ് സപ്തസ്വരങ്ങൾ. വ്യക്തവും അവ്യക്തവുമായ വൈഖരി സ്വരൂപേണ കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നതായും ബ്രഹ്മ സ്വരൂപേണ സൂക്ഷ്മമായതായിട്ടുള്ളതുമായ രൂപഭേദങ്ങളോടുകൂടിയ ശബ്ദബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മാവിന് സഗുണം നിർഗുണം എന്നീ ഭാവത്തിൽ പൂർണ്ണനായ പരമാത്മാവ് വിവിധ ശക്തികളാൽ പല പല രൂപങ്ങളോടു കൂടിയവനായും സർവവ്യാപിയായ ഏകതത്വമായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മദേവന് എങ്ങനെയാണ് ഭഗവാനെ അനുഭവിക്കാൻ കഴിയുന്നത് എന്നാണ് പറഞ്ഞത്. വ്യക്തവും അവ്യക്തവുമായ, അതായത് കേൾക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായ ബ്രഹ്മസ്വരൂപേണ, അതായത് ബ്രഹ്മമെന്ന സൂക്ഷ്മവും എന്നാൽ ബ്രഹ്മമെന്ന സ്ഥൂലവും, അതിനെയാണ് കേൾക്കാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയാത്തതും എന്ന് പറഞ്ഞത്. ഇപ്പൊ സ്ഥൂലഭാവത്തിൽ ബ്രഹ്മത്തെ കാണുമ്പോൾ വ്യക്തമാണ്, സൂക്ഷ്മഭാവത്തിൽ ബ്രഹ്മത്തെ അനുഭവിക്കുമ്പോൾ അവ്യക്തമാണ്. ബ്രഹ്മത്തിന്റെ സ്ഥൂലഭാവങ്ങളാണ് നാമും ഈ പ്രകൃതിയിൽ കാണുന്നതല്ല. നമ്മിലിരിക്കുന്ന ആ ജീവചൈതന്യം, ബോധചൈതന്യമാണ് ബ്രഹ്മത്തിന്റെ സൂക്ഷ്മഭാവം. അപ്പോൾ അതിനെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് കാണാൻ കഴിയുന്നതും കഴിയാത്തതും എന്ന് പറഞ്ഞത്, കേൾക്കാൻ കഴിയുന്നതും കഴിയാത്തതും. ഇങ്ങനെയുള്ള ആ ബ്രഹ്മത്തിന് സാക്ഷാൽ പരബ്രഹ്മ തേജസ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിന് സഗുണം നിർഗുണം, എല്ലാ ഗുണത്തിലും ഗുണങ്ങൾ നിറഞ്ഞ എല്ലാ ശരീരത്തിലും ബ്രഹ്മചൈതന്യമുണ്ട്. നിർഗുണ രൂപത്തിലും ബ്രഹ്മചൈതന്യം നിലനിൽക്കുന്നു. അങ്ങനെ ആ പൂർണ്ണനായ പരമാത്മാവിനെ വിവിധ ശക്തികളിൽ പല രൂപങ്ങളോട് കൂടിയവനായി സർവവ്യാപിയായി, എന്നാൽ അത് ഏകതത്വമായി നിലനിൽക്കുന്ന ആ ഭഗവാനെ എല്ലാ രൂപത്തിലും കാണുവാൻ ബ്രഹ്മദേവന് കഴിയും എന്നാണ് പറഞ്ഞത്. അനന്തരം മറ്റൊരാകൃതിയെ സ്വീകരിച്ച ബ്രഹ്മാവ് സൃഷ്ടിക്കു വേണ്ടി സങ്കല്പിച്ചു. അങ്ങനെ ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപം, ഒരു സ്ഥൂല രൂപമാണ് ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവനെ കൊണ്ട് സൃഷ്ടി ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ സങ്കല്പിച്ചു. അധികം വീര്യശക്തി ഉള്ളവരാണെങ്കിലും മരീചി മുതലായവരുടെ സൃഷ്ടികർമ്മം വേണ്ടത്ര പുരോഗമിക്കുന്നില്ലെന്നറിഞ്ഞ് സ്വയം വിചാരിച്ചു, ഞാൻ എപ്പോഴും കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നിട്ടും പ്രജകൾ വർദ്ധിക്കുന്നില്ലല്ലോ, എന്താണ് വിഘ്നത്തിന് കാരണം? ബ്രഹ്മദേവൻ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ച ബ്രഹ്മദേവന്റെ ശരീരം അപ്പോൾ 2 സ്വരൂപമായി തീർന്നു. 2ആയി പിരിഞ്ഞ ശരീരത്തെ കായം എന്ന് പറയുന്നു. ആ 2 രൂപ വിഭാഗങ്ങളിലും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായി. അതിൽ പുരുഷൻ സ്വയംഭൂ മനുവും, അതായത് സ്വയംഭൂ മനുവും, സ്ത്രീ അദ്ദേഹത്തിന്റെ പത്നിയായ ശതരൂപയുമായി തീർന്നു. അപ്പോൾ ബ്രഹ്മദേവൻ ധാരാളം സൃഷ്ടികളൊക്കെ നടത്തി.
ആദ്യമായിട്ട് സൃഷ്ടിച്ചതായിരുന്നു സനകാദികളെ. അത് കഴിഞ്ഞ് ഋഷിമാരെയൊക്കെ സൃഷ്ടിച്ചു. അപ്പോൾ താനിങ്ങനെ എപ്പോഴും സൃഷ്ടികർമ്മങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും മരീചി മുതലായ മഹർഷിമാർ, വീരശക്തിയുള്ള മഹർഷിമാർ, സപ്തഋഷികളെ ഒക്കെ സൃഷ്ടിച്ചിട്ടും പ്രജകൾ വർദ്ധിക്കുന്നില്ലല്ലോ എന്ന് ബ്രഹ്മദേവന് അങ്ങനെ ഒരു ചിന്ത, വിഷമം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം രണ്ടായി പിരിയുകയും ആ രണ്ടായി പിരിഞ്ഞ ശരീരത്തിൻ്റെ പേരാണ് കായം. അപ്പോൾ ശരീരത്തിന് ഒരു പര്യായമാണ് കായം എന്ന് പറയുന്നത് തന്നെ. അത് ബ്രഹ്മദേവന്റെ ശരീരം രണ്ടായി പിരിഞ്ഞപ്പോഴുണ്ടായ ആ ശരീരമാണ്. ഒന്ന് സ്വയംഭൂമനുവും അദ്ദേഹത്തിൻ്റെ പത്നിയായ ആ പത്നി സ്വരൂപമായി മാറിയ ശതരൂപയുമായിട്ട് രണ്ട് രൂപങ്ങളായി മാറി. അന്നു മുതൽ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ പ്രജകൾ വർദ്ധിച്ചു വന്നു. സ്വയംഭൂമനുവിന് ശതരൂപയിൽ 5 സന്താനങ്ങൾ ഉണ്ടായി. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നീ പുത്രന്മാരും ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നീ പുത്രിമാരും ഉണ്ടായി. മനുവിൻ്റെ സന്തതികളാണ് ഈ പറഞ്ഞ 5 പേരും. അവരിൽ ആകൂതിയെ രുചി പ്രജാപതിക്കും, ദേവഹൂതിയെ കർദമ പ്രജാപതിക്കും, പ്രസൂതിയെ ദക്ഷ പ്രജാപതിക്കും വിവാഹം ചെയ്തു കൊടുത്തു. ഈ പ്രജാപതികളെയൊക്കെ സൃഷ്ടിച്ചത് ബ്രഹ്മദേവനായിരുന്നു. അവരുടെ സന്തതി പരമ്പര കൊണ്ടാണ് പിന്നീട് ലോകം നിറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് സ്വയംഭൂ മനുവും അദ്ദേഹത്തിൻ്റെ ആ സ്ത്രീ എന്ന ആ ഒരു രൂപം ആദ്യമായിട്ട് ആ ഒരു വിഭാഗം ആദ്യമായിട്ടുണ്ടായത് ശതരൂപയുമായിരുന്നു. അവിടെ മുതലാണ് ആ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പ്രജകൾ വർദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവർക്ക് 5 മക്കളാണ് ഉണ്ടായത്. ആ 5 മക്കളായിരുന്നു ആരൊക്കെയാണോ? പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നീ പുത്രന്മാരും ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നീ പുത്രിമാരുമുണ്ടായി. ഇത് ഈ മനുവിൻ്റെ 5 സന്തതികൾ. അതിൽ പെൺകുട്ടികളായ ആകൂതിയെ രുചി പ്രജാപതിക്കും, അത് ബ്രഹ്മദേവൻ ആദ്യം സൃഷ്ടിച്ച പ്രജാപതിമാരായിരുന്നു, രുചി പ്രജാപതി. ദേവഹൂതിയെ കർദമ പ്രജാപതിക്കും, പ്രസൂതിയെ ദക്ഷ പ്രജാപതിക്കും വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ നിന്നാണ് ദക്ഷ പ്രജാപതികൾ എന്ന് വെച്ചാൽ പ്രജകളുടെയൊക്കെ പതി, അവരെയൊക്കെ സൃഷ്ടിക്കുന്നവർ. പിന്നീട് ഈ പറഞ്ഞ 3 പ്രജാപതികളിൽ നിന്നാണ് ഈ സ്ത്രീ സംയോഗത്തിലൂടെ പിന്നീട് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ വിഭാഗങ്ങളും ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യരാശിയുടെ തുടക്കം. ഇതാണ് ബ്രഹ്മദേവന്റെ സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ഇത് ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ആവർത്തിച്ചത് പറഞ്ഞത്. ഇനി അടുത്ത അധ്യായം 13-ാമത്തെ അധ്യായമാണ് വരാഹ അവതാരം. അത് അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. എല്ലാവർക്കും ഈ മണ്ഡലകാലത്തിൽ, ഇന്ന് 1-ാം തീയതിയാണല്ലോ ശബരിമല മണ്ഡല വിളക്ക്. ആ മണ്ഡലകാലമാണ് 41 ദിവസം കടന്നു വരുന്നത്. ഭഗവാന്റെ ശനീശ്വരനായ സാക്ഷാൽ ശ്രീ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. മണ്ഡലകാലം ശുദ്ധിയുടെ, വ്രതത്തിൻ്റെ, പരമമായ ഭക്തിയുടെ, ഭഗവാനും ഭക്തനും തമ്മിൽ ഏകീഭവിക്കുന്ന ആ തത്വമസി എന്ന ആ ഒരു പൂർണ്ണമായ അത് ഞാൻ തന്നെയാകുന്നു, നിന്നിലിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഓരോ വ്യക്തിയും ഓരോ ഭക്തനും തിരിച്ചറിയാൻ കിട്ടുന്ന ഈ മണ്ഡലകാലം, അത് വളരെ അവിസ്മരണീയമായി, ഭാഗ്യമായി, സന്തോഷമായി, ഭക്തിപൂർവമായി ആചരിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.